വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്താണ്. നമ്മളിവിടുന്ന് ജനശതാബ്ദിക്ക് കയറാൻ പോകണം. കണ്ണൂർ ജനശതാബ്ദി തിരുവനന്തപുരം മുതൽ കണ്ണൂർ നമ്മൾ എൻഡ് ടു എൻഡ് ട്രാവൽ ചെയ്യാൻ പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെളിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഇഷ്ടം പോലെ കടകളുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ ചിപ്സ് വിൽക്കുന്ന കട, ഇവിടെ ഫ്രൂട്ട്സ് സർബത്ത് കിട്ടുന്ന കട, ഇവിടെ മാലയുള്ള കട, എന്താ പറയുക അപ്പുറത്തെ വസ്തു ഉണ്ട് കേട്ടോ. അപ്പുറത്തെ ലെയറിൽ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയാൽ ലെയറിൽ ഫുള്ള് കടകളാണ്. ഇപ്പം നമ്മൾ കുളം ഉണ്ടല്ലോ, കുളത്തിൻ്റെ സൈഡിൽ നിന്ന് വ്യൂ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു രസമല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ കാണാനായിട്ട്. അകത്തോണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെയാണ്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ ഇവിടെ വന്നിരിക്കുകയാണ്. എന്താ അല്ലേ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇതവിടെ പുത്തൻ മാളിക എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്, പാലസ് മ്യൂസിയം. പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഉണ്ട്. ഭയങ്കര രസമായിട്ട് ഇവിടുന്നുള്ള വ്യൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ. അപ്പൊ നമ്മളിവിടെ നിന്ന് പോവാണ്. നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവാം. സമയം ഏകദേശം ഒരു 1 മണിയായിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് എത്തിയിരിക്കുകയാണ്. വണ്ടി പുറപ്പെടാൻ ഇനി ഒരു 1.5 മണിക്കൂറോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം 1:20 ആയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകാം കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ എന്ന വ്യൂ നോക്കി ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരുന്ന ആ ഭാഗത്താണ്. നമുക്കറിയാലോ, ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഫേസ് ടു ഫേസ് നിൽക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. നമുക്ക് ഇവിടുന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി അവിടെ കിടപ്പുണ്ട്. എന്തായാലേ ഇന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ഇല്ല കേട്ടോ. അപ്പോൾ അവർ നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് റൈക്കാർ കൊണ്ടുവിട്ടിട്ടുണ്ട്. എന്തായാലും നന്നായി. സമയം 1:30 ആയിട്ടുണ്ട്. നമുക്ക് ഇനി FOB കയറി നമുക്ക് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയിരുന്നിട്ട് നമ്മുടെ AC ചേർക്കാറാണ് നമ്മൾ കാണുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാനും അടുത്ത ഒരു സ്റ്റോറിൽ നിന്ന് ഒരു റോൾ മേടിച്ചിരുന്നു. പനീർ റോളാണത്. നല്ല പനീർക്ക് നല്ല ഫില്ലിങ്സ് ഉണ്ട്. ഇതിന് 80 രൂപയായി. നല്ല എരിവുണ്ട് ഈ സാധനത്തിന്, ഒരു രക്ഷയില്ല. എരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ എന്നാലും വയറ് നിറയും ഇത് കഴിക്കാൻ ഉറപ്പാണ്. നമ്മളതിൻ്റെ സെക്കൻഡ് സീറ്റിങ്ങിനാണ് പോകുന്നത്. നമ്മുടെ കോച്ച് D13 ആണ്. അത് ഏറ്റവും പുറകിലാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. D10 ആയി കോച്ച്. നമ്മുടെ കോച്ച് ഏതാണ്ടോ D13. വിൻഡോ സീറ്റാണ് കിട്ടിയത്. 97 സീറ്റ് നമ്പർ. ഡോറിന് എടുത്താണ്ടോ. നമ്മുടെ സീറ്റിലേക്ക് പോവാം. വണ്ടിയിലൊന്നും ആരും കയറിയിട്ടില്ല കേട്ടോ. നമ്മളാണ് ഫസ്റ്റ് നമ്മുടെ കോച്ചിൽ കയറുന്നത്. എന്താ ഈ കാണുന്ന സീറ്റാണ് കേട്ടോ 97 വിൻഡോ. നമ്മൾ പുറകിലത്തെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. കുഴപ്പമില്ല, വിൻഡോ കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് മറ്റേ മെമ്മോ സെറ്റ് സീറ്റാണ് കേട്ടോ, ചേർക്കാറല്ല അത്. ഇപ്പം നമുക്ക് ട്രെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വാഷ്റൂമാണ്. നമുക്ക് വാഷ്റൂമിൻ്റെ വൃത്തി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റാണ്. നല്ല വൃത്തിയുണ്ട്. എന്നെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റാണ്. ഇതും നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്. അത് മറ്റേ ബയോവാക്കിൻ്റെ ടോയ്ലറ്റാണ് കേട്ടോ. നമ്മൾ പുറകിലത്തെ ഡയറക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ കോപ്പാസിൻ്റെ സ്ഥലം തിരുവനന്തപുരം മുതൽ തിരൂർ വരെയാണ് കേട്ടോ. ഞാനത് റിസർവേഷൻ ചാർട്ട് വഴി കണ്ടുപിടിച്ചാണ് കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി നമ്മുടെ ചെന്നൈ മെയിലാണ് കേട്ടോ. മോന് പുറപ്പെടുന്നത്. നമ്മുടെ വണ്ടി 2:50 കേട്ടോ പുറപ്പെടുന്നത്. അല്ല, 2 വണ്ടി ഇങ്ങനെ പാരലായിട്ട് കിടക്കുക തിരുവനന്തപുരം സെൻട്രലിൽ. എൻ്റെ തൊട്ട് വലുത് കോച്ചാണ് D12 കോച്ച്. ഈ കോച്ചാണ് ശരിക്കും പറഞ്ഞാൽ ചേർക്കാർ കോച്ച്. ഇത് 2019 കോച്ചാണ്. ഞാൻ അകത്ത് കയറിട്ട് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവുക ചേർക്കാറാണോ നോർമൽ സീറ്റാണോ. കണ്ടില്ലേ, ഇതാണ് സത്യം പറഞ്ഞാൽ ചേർക്കാറ് സീറ്റുകൾ. പക്ഷേ ഇതിപ്പം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ICF. ഇപ്പോൾ ഇതൊക്കെ ട്രേ ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ. ചേർക്കാറിന് ഒരാൾക്ക് 220 രൂപയാണ് തിരുവനന്തപുരം ടു കണ്ണൂർ. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് ലോക്കോ ഏതാണെന്ന് നോക്കാവേ. ഇപ്പോൾ നമ്മുടെ ലോക്കോ നമ്മുടെ സാരഥി ഒരു WAP7 ആണ്, റോയൽ ഷെഡിൻ്റെ. അപ്പോൾ അതിപ്പോൾ ഒരു കപ്പിൾ ചെയ്യാൻ പോവാം കേട്ടോ. അവിടെ കപ്ലിങ് ചിക്കനിൽ കൊടുത്തത് നമ്മുടെ ലോക്കോ അവിടെ കപ്പിൾ ചെയ്യുന്നുണ്ട്. അത് കാണാൻ അത്യാവശ്യം ഒരു ആൾക്കാരുണ്ട്. അവിടെ കപ്പിൾ ചെയ്യാൻ പോകണം. അങ്ങനെ ഒരു കപ്പിൾ ചെയ്തോട്ടോ ലോക്കോ. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോവാം. ഇനി എൻ്റെ നമ്പർ 37 594 കേട്ടോ. റോയൽ ഷെഡിൻ്റെ ഒരു ആപ്സാനാണത്. ഒക്കെ പിടിപ്പിച്ച് എല്ലാം
സെറ്റായി. വണ്ടി പുറപ്പെടാൻ ഒരു 3/4 മണിക്കൂർ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൽ പോവാം. അതിൽ നമുക്ക് AC കോച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോച്ചിൽ പോകാം കേട്ടോ. ഇതിൻ്റെ എല്ലാ കോച്ചുകളൊന്നും പുതിയതല്ല. അത് 2019 മേടിച്ച AC ചെയർ കാർ കോച്ചാണ് വെസ്റ്റേൺ റെയിൽവേയുടെ. അപ്പോൾ നമ്മളതിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ ചെയർ കാറിന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഒരാൾക്ക് 755 രൂപയാണ് കേട്ടോ. ആ ഒരു കോച്ച് മാത്രമാണ് വെസ്റ്റേൺ റെയിൽവേയുടെ. ഇത് രണ്ടും സദൺ റെയിൽവേയുടെ ചെയർ കാർ കോച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോകാനി. Central Bangalore Velashatabdi Express via Kottayam, Ernakulam Town, Sherwood will leave from Trivandrum Central platform number 2 at 14 hours 50 minutes. അങ്ങനെ കൃത്യം 2:50 തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ തന്നെ 3 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചെന്നൈ മെയിലുണ്ടല്ലോ അത് പുറപ്പെടും. തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ മെയിലിലേക്ക് ജനറൽ ഭയങ്കര തിരക്ക്, ഇടിച്ചുത്തി തിരക്കാണ്, കണ്ടില്ലേ? അതിപ്പോൾ അവർ പുറപ്പെടും, നമ്മുടെ പുറകെ തന്നെ അതും പുറപ്പെടും. അതിൻ്റെ ലോക്കോ ഒരു WP7 ആണ് കേട്ടോ, റോയൽ ഷീറ്റിൻ്റെ നമ്പർ 37069. അങ്ങനെ ആണ് ലോക്കോയുടെ നമ്പർ. അപ്പോൾ നമ്മളിതാ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ലോക്കോസ് അവിടെ കിടപ്പുണ്ട്, കണ്ടില്ല? അവിടെ ഒരു WP7 കിടപ്പുണ്ട്, ഒരു WP4 അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളും 2:50 തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് സർവീസ് ഉണ്ട്. അവിടുന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ ഞായറാഴ്ചയും ബുധനാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും 4:50 പുറപ്പെട്ടിട്ട് ഇവിടെ 2:10 ഇവിടെ എത്തുകയും ചെയ്യും തിരുവനന്തപുരത്ത്. നമ്മൾ ഇന്ത്യയിൽ മൊത്തം 54 ജനശതാബ്ദിയുള്ളത്. അപ്പോൾ നമ്മളുള്ള കണ്ണൂർ ജനശതാബ്ദി ഇന്ത്യയുടെ 3rd ലോങ്ങസ്റ്റ് റണ്ണിങ് ജനശതാബ്ദിയാണ്. നമ്മൾ കഴക്കൂട്ടം സ്റ്റേഷൻ എത്തിയതോടെ മാവേലി എക്സ്പ്രസിൻ്റെ ബ്രേക്ക് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് തിരുവനന്തപുരം കൊല്ലം സ്ട്രെച്ചിൽ ഇതുപോലെ പല സ്റ്റേഷൻസിലും ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ പുറപ്പെടുന്ന വണ്ടികളുടെ റേക്കൊക്കെ ഇവിടെ കിടക്കുന്ന കാണാൻ പറ്റും കേട്ടോ. ഇതവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഓൾഡ് കോച്ച് കഴിച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലായിടത്തും ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജനശതാബ്ദി വർക്കല സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. വർക്കലയിൽ നിന്നും വണ്ടിക്ക് സ്റ്റോപ്പില്ല. തിരുവനന്തപുരം വിട്ട് പിന്നെ കൊല്ലത്ത് സ്റ്റോപ്പുള്ളൂ. വർക്കല ശിവഗിരി നമ്മളിതാ അത്യാവശ്യം നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി കോട്ടയം വഴിയാട്ടോ പോകുന്നത്, ഞാൻ പറയാൻ പറ്റുപോയി. അപ്പോൾ ഇതാ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ജനശതാബ്ദി ഇങ്ങനെ വെട്ടിത്തിളങ്ങി പോവല്ലേ. പഴയ കോച്ചായിരുന്നപ്പോൾ ഭയങ്കര സ്ട്രോഗായിരുന്നു. ഇതിപ്പോൾ LSP ആയിട്ട് ഇപ്പോൾ ഒരു 8 മാസത്തിന് മേളിലായിട്ടുണ്ട്. എന്നാലും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കോച്ച്, അത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ വർക്കല ശിവഗിരി നമ്മളിതാ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കോച്ചുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ്, ICF-ലാണ് കേട്ടോ. വണ്ടി ഫുള്ളൊന്നുമില്ല, അത്യാവശ്യം കറണ്ട് അവൈലബിലിറ്റി സീറ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ AC ചേർക്കാർ ഫുള്ളാട്ടോ. വണ്ടിയിൽ പാൻട്രി എന്നില്ല, ഓൺ ബോർഡ് കാറ്ററിംഗുകാർ അങ്ങോട്ട് പോകുന്നുണ്ട്. പഴയ ചേർക്കാർ കോച്ചുകളെല്ലാം ICF പ്രൊഡക്ഷൻ നിർത്തിയെന്ന് അറിഞ്ഞത്. നമ്മളങ്ങനെ അഷ്ടമുടിക്കായലൊക്കെ ക്രോസ് ചെയ്ത് നമ്മളത് അങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മുടെ വണ്ടി യൂട്ടേൺ അടിച്ചാൽ കയറുന്നത്. വലിയൊരു വളമുണ്ട് കൊല്ലം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ. അത് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ട്രെയിനിങ്ങനെ വളഞ്ഞാ പോകുന്നത്. മൊത്തം കോച്ചാണ് ഇങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട് താൻ. നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ദേ വരുന്നു ഈ റോഡിൻ്റെ ഒരു A4 ആയിട്ട് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറായിട്ട് വരുന്നത്. റൈഡ് ഷെയറിങ്ങിനകത്തെ കുറച്ച് പാസഞ്ചർ ട്രെയിൻസ് ഇന്ത്യയിലുള്ളൂ. അതിലൊരെണ്ണമാണ് ഈ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ. അങ്ങനെ 12 മിനിറ്റ് ഡിലേ ആയിട്ട് കൊല്ലം ജംഗ്ഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ജനശതാബ്ദി എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റേഷൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. അമൃത് ഭാരത് സ്കീം പദ്ധതി പ്രകാരം ഭാവിയിൽ ഇതൊക്കെ വലിയ സ്റ്റേഷനാവുകയും ചെയ്യും. നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും 3ാമത്തെ വലിയ പ്ലാറ്റ്ഫോമുള്ള നമ്മുടെ കൊല്ലം ജംഗ്ഷനിലാണ്, നമുക്കറിയാലോ. ഞാൻ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്.
ഇവിടെ 2 മിനിറ്റ് ഉണ്ടായിരുന്ന സ്റ്റോപ്പ്, 2 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് പുനലൂർക്ക് ഒരു ലൈൻ തിരിയുന്നുണ്ട്, പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ലൈൻ, പിന്നെ നമ്മളിപ്പോൾ പോകുന്ന എറണാകുളം ഭാഗത്തേക്ക് വന്ന ലൈൻ. നമ്മളങ്ങനെ മൺറോത്തുരുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാഴ്ചകൾ കാണാനായിട്ട്. കണ്ടില്ലേ, ചുറ്റും കണ്ടൽക്കാടുകൾ നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ മൺറോത്തുരുത്ത്. മൺറോത്തുരുത്ത് ഭയങ്കര യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് മൺറോത്തുരുത്തിനെ കുറിച്ച് കിടപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് മൺറോത്തുരുത്ത്. പിന്നെ മൺറോത്തുരുത്ത് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ വന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, മൺറോത്തുരുത്ത് ട്രെയിൻ സ്പോട്ടിങ്, പിന്നെ എന്താ പറയുക ഇവിടുത്തെ നാട്ടുകാഴ്ചകൾ, അങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൺറോത്തുരുത്ത് നമ്മൾ നടന്ന് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലുണ്ട് കേട്ടോ, അതൊന്ന് എല്ലാവരും ഒന്ന് കാണണം. അടിപൊളി വീഡിയോ അത്. സ്റ്റേഷനിലൊക്കെ ഡെവലപ്മെൻറ്റ് വർക്ക് കിടന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നേരത്തെ ബെഞ്ചുകളൊക്കെ ഇവിടെ കുറവായിരുന്നു. പാലത്തിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുള്ള കേട്ടോ. കരുനാഗപ്പള്ളി സ്കിപ്പ് ചെയ്യാം കേട്ടോ, നല്ല സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ ഏകദേശം ഒരു 110 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അങ്ങനെ 18 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മളിത് കായംകുളം ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, നമുക്ക് നോക്കാം ഏത് വണ്ടിയാണെന്ന്. ഒരു വാൻ4 ആണ് ലോക്കോ. നമുക്ക് അത് റോഡ് ഷെഡിൻ്റെ വാഫോട്ടോ. ഈ അത് പാലശ്ശേരാം എക്സ്പ്രസ്. നമ്മളിന്ന് കന്യാകുമാരി പോയില്ല, ആ വണ്ടി കേട്ടോ. എറണാകുളം നിന്ന് കന്യാകുമാരി പോയൊരു വീഡിയോ ആണ് കൊണ്ട് വണ്ടിയുടെ. അതൊക്കെ കുത്തിറച്ച ആളാണ്. അവളെ വണ്ടിയിൽ കയറാൻ ഇവിടുന്ന് ആളുണ്ട് അത്യാവശ്യം. പരശുറാമ ഫുള്ള് പരസ്യമുണ്ട്, അതുകൊണ്ട് എ സി കോച്ചൊക്കെ ഫുള്ള് സ്റ്റിക്കറിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അത് തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് പോവാണ്. നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടെ നിന്നുണ്ട് കോട്ടയത്തേക്കും ആലപ്പുഴയിലേക്കും ലൈൻ തിരിക്കുന്നത്. എന്നിട്ട് ഈ 2 ലൈൻ എറണാകുളത്ത് നിന്ന് കൂട്ടി വെട്ടും. അപ്പോൾ നമ്മുടെ വണ്ടി പോകുന്നത് കോട്ടയം വഴിയാണ് കേട്ടോ. അപ്പോൾ ആ ട്രാക്കാണ് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് പോകുന്നത്. ആലപ്പുഴ റൂട്ടാണ് കേട്ടോ ട്രാക്ക്. നമ്മൾ കോട്ടയം റൂട്ടിലേക്ക് കയറിയിരിക്കണം, റൈറ്റ് തിരിഞ്ഞ് നമ്മൾ കോട്ടയം വഴി എറണാകുളം പോകുന്ന ട്രാക്കാണ് കേട്ടോ. ഈ ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ കൂടുതൽ ആലപ്പുഴ വഴി എറണാകുളം പോകത്തുള്ളൂ, കാരണം അത് വളവും തിരിവും കുറവാണ്. നമ്മുടെ റൂട്ടിൽ അത്യാവശ്യം വളവും തിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്തിരി സമയം എടുക്കും. നമ്മുടെ ഈ കോട്ടയം റൂട്ടിൽ അത്യാവശ്യം സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല സ്റ്റേഷനിലൊക്കെ നമ്മുടെ ജനശതാബ്ദിക്ക് സ്റ്റോപ്പുണ്ട്. മാവേലിക്കര എത്തി കേട്ടോ. നമ്മൾ 1 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം മാവേലിക്കരയിൽ നിന്ന് വണ്ടി എടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി കണ്ണൂർക്ക് നമ്മുടെ ജനശതാബ്ദി 500 കിലോമീറ്റർ സഞ്ചരിക്കട്ടെ. 10 മണിക്കൂർ എടുക്കും എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെങ്ങന്നൂർ വണ്ടി എത്തിയിരുന്നു. 1 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം ചെങ്ങന്നൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ. ഇവിടെ കുറച്ച് അയ്യപ്പന്മാരാട്ടോ. നമ്മുടെ ശബരിമലയ്ക്ക് അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. ഇവിടുന്ന് 93 കിലോമീറ്ററുള്ള പമ്പയ്ക്ക് കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ സീസണിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും നമുക്ക് KSRTC ബസ്സൊക്കെ ഇവിടുന്ന് കിട്ടും. നമ്മളിപ്പോൾ പമ്പ നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര അത്യാവശ്യം വെള്ളമുണ്ട്. അത് ഒഴുക്കുണ്ട്, നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ് അത്. ആ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ കേട്ടോ. എന്ത് ഭംഗിയാലേ കാണാനായിട്ട്, പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞിരിക്കണ്ടോ. അയ്യോ, അടിപൊളി ആംബിയൻസ്, കീട്ടിലം വ്യൂ ആട്ടോ, കീട്ടിലം വ്യൂ, ഒന്നും പറയാനില്ല. ജനശതാബ്ദിക്ക് ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പില്ല കേട്ടോ. സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല. വച്ചരയ്ക്ക് നല്ല കീട്ടിലും പോക്കാ പോകുന്നത്. സ്റ്റേഷൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, പണ്ട് ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ഡെവലപ്മെൻറ്റ് ഇല്ലായിരുന്നു ഇവിടെ ഒന്നും.
അല്ലെങ്കിൽ മഴക്കാറ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ. നമ്മളിപ്പോൾ കോട്ടയത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 7 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളത് കോട്ടയം എത്തിയിരിക്കുകയാണ്. കോട്ടയം ഇവിടെ അത്യാവശ്യം ഡെവലപ്മെൻറ്റ് വന്നിട്ടോ. ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അല്ല മല്ലയിൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ ഇതൊക്കെ മൊത്തത്തിൽ മാറിപ്പോയി. അതിലവിടെ ചെന്നൈ മെയിലിനുള്ള തിരക്കുണ്ട് കേട്ടോ. നമ്മൾ കുറേ ചെന്നൈ മെയിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ കയറാനുള്ള ആൾക്കാരിവിടെ ഉണ്ട്. നമ്മുടെ വണ്ടി കയറാനുള്ള ആൾക്കാരുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. കോച്ച് നോക്കി കണ്ടില്ലേ, കോച്ച് പൊസിഷനൊക്കെ മാറിപ്പോയെന്നാണ് ഇവിടെ. സമയം 5:42 ആയിട്ടോ. നമ്മുടെ വണ്ടി എടുത്താനായിട്ട് 7 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട്. 3 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ചെന്നൈ മെയിലിൽ കയറാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ നല്ല ആൾക്കാരുണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോം അപ്പുറത്ത് നല്ല ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ കാണുന്നത്. ഒരുപാട് തവണ ഇവിടെ നിന്ന് വണ്ടി കയറി വീട്ടിലോട്ടൊക്കെ പോയിട്ടുള്ളതാണ്. അങ്ങനെ കോട്ടയത്ത് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടോ, എന്താണോ കാരണം അറിയില്ല, ആർക്കറിയാം. പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ TTയോട് വെച്ചപ്പോൾ ബിഫോർ ടൈം എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്താ പറയുക, എറണാകുളത്തുമ്പോൾ അവിടെ ഡിലേ കുറയുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. പിടിച്ചിട്ടൊരു 10 മിനിറ്റ് ആയി എന്തായാലും. ഞാനെന്താ ഈ ഫേസ് കാണിക്കാമെന്ന് വെച്ചാൽ ആൾക്കാർ ഫ്രണ്ടിൽ ഫേസ് ടു ഫേസ് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകും. ആ ഒരു ഇതാകൊണ്ടാണ് എൻ്റെ ഫേസ് തിരട്ടി ഞാൻ കാണിക്കാനായിട്ട് വീഡിയോയിൽ. അവിടെ ഗ്രീൻ സീൽ കത്തിക്കിടപ്പുണ്ട്. എനിക്കാണ് ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഈ ക്രോസിങ്ങിന് വണ്ടി വരുന്നുണ്ടോ ആർക്കറിയാം. നമുക്ക് എന്തായാലും നോക്കാം. ക്രോസിംഗ് ഒന്നുമില്ല, രക്ഷപ്പെട്ടു. എന്തായാലും പുറപ്പെട്ടു വിടുന്നു. എന്തായാലും മൂവാറ്റുപുഴ ആറാണ് കേട്ടോ ഇത്. നല്ല വെള്ളമുണ്ട്. നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. 5 മിനിറ്റായി. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ ഇവിടെ വണ്ടി നിർത്തിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ചെന്നൈ മെയിൽ വരാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ട് അതിനൂടെ സ്റ്റോപ്പുണ്ട്. പക്ഷെ നമ്മളെ പിടിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല, എന്താണോ എന്തോ അറിയില്ല. നമ്മളിവിടെ നിന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെന്നൈ മെയിൽ ഇവിടെ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്.
ചെന്നൈ മെയിലിൽ എൻഡ് ടു എൻഡ് ഒരു ട്രാവലാണ് തിരുവനന്തപുരം മുതൽ ചെന്നൈ വരെ. നേരത്തെ എറണാകുളം മുതൽ ചെന്നൈ വരെ വണ്ടിയിൽ സ്ലീപ്പറിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തപ്പോൾ തന്നെ അവിടെ ജനശതാബ്ദിക്ക് ഭയങ്കര സ്പീഡിലാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ സമയമൊന്നും ആയിട്ടില്ല എറണാകുളത്ത് കയറാനുള്ള. എറണാകുളം മാർഷൽ യാർഡുണ്ടോ കാണുന്നത്? ഒരു ഇഷ്ടംപോലെ വണ്ടികളുടെ റേക്കൊക്കെ കിടപ്പുണ്ട്. നേരെ അങ്ങനെ ഇരുട്ടി തുടങ്ങിട്ടോ. നമ്മളിപ്പോൾ എറണാകുളം ടൗണിലേക്ക് ഇങ്ങനെ പയ്യെ കയറാൻ പോവാണ്. നമ്മളങ്ങനെ എറണാകുളം ടൗൺ എത്തിയിരിക്കുകയാണ്. ഒരു 17 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട്. അന്നാഴിക്ക് പിറവത്ത് പിടിച്ചിട്ട് തൃപ്പൂണിത്തുറ പിടിച്ചിട്ട് അങ്ങനെ വന്ന ഡിലേ കൂടി 17 മിനിറ്റായി. ഇവിടെ അമൃത് ഭാരത് സ്കീം പദ്ധതി പ്രകാരം സ്റ്റേഷൻ വർക്ക് ഡെവലപ്മെൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു സെറ്റ് ആൾക്കാർ ഇവിടെ ഇറങ്ങും, അടുത്ത സെറ്റ് ആൾക്കാർ ഇവിടെ നിന്ന് കയറും. അങ്ങനെയാണ് ഈ വണ്ടിയിൽ സാധാരണ തിരക്ക് റിസർവേഷൻ ചാർട്ടൊക്കെ വാർത്ത അങ്ങനെയാണ് കാണാറ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ. നമ്മളത് എറണാകുളം ടൗണ് വിട്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:23 വണ്ടിക്ക് ഇവിടെ 3 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ തിരുവനന്തപുരം ടു എറണാകുളം ഒരു സെറ്റ് ആൾക്കാരോട് ഇറങ്ങി, അടുത്ത സെറ്റ് ആൾക്കാർ കയറിയിട്ടുണ്ട് എറണാകുളം ടു കണ്ണൂർ. പുറത്ത് കിടിലം മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ റോഡിന് ബാരലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഊർദ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാണത്. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് പുറത്ത്. കണ്ടില്ലേ, റോഡിലെ തിരക്ക് റോഡിന് ബാരലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കാഴ്ച ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുക, ഇരുട്ടല്ലേ, അധികം നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. നല്ല സാറില്ല, നമുക്ക് മാക്സിമം കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം കേട്ടോ. മെട്രോ പില്ലറൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആലുവയൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 5 കിലോമീറ്റർ ഉണ്ട് ആലുവ സ്റ്റേഷനിലേക്ക്. ഏതൊക്കെയോ വണ്ടിയൊക്കെ ജെറ്റ് അടിച്ച് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുമായിട്ട് നമ്മുടെ ഷാലിമാർ തിരുവനന്തപുരം ഉണ്ടോ ലേറ്റാണ് വണ്ടിയിൽ നിന്ന്, ഒരു 4 മണിക്കൂർ ലേറ്റാണ് വണ്ടിക്ക്. എന്ത് പറയാനാണല്ലേ. ജനശതാബ്ദിക്ക് ആലുവയിലൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. ആലുവ സ്കിപ്പ് ചെയ്യാൻ പോകണം നമ്മൾ. പയ്യാട്ടോ സ്കിപ്പ് ചെയ്യുന്നത്. മറ്റേ കോഴിക്കോട് ജനശതാബ്ദിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്, കണ്ണൂർ ജനശതാബ്ദിക്ക് ഇവിടെ സ്റ്റോപ്പില്ല. നമ്മളത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ പയ്യെ പോയി സ്കിപ്പ് അടിച്ച് പോവാണ്. ഇവിടെ മറ്റേ ചെന്നൈ മെയിലിൽ ആളുള്ള തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെ മുതിച്ച് ആൾക്കാർ കയറാനുണ്ട്. ഏതൊക്കെയോ വണ്ടിയൊക്കെ പോകുന്നത്, ഇരുട്ടാണ്ടൊന്നും കാണാനും വയ്യ, ഒന്നും മനസ്സിലാവുന്നില്ല. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്, ഇടിമിന്നലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചാലക്കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ രാത്രി കഴിക്കേണ്ട ഫുഡ് മേടിച്ചു. വെജിറ്റബിൾ ബിരിയാണിയാണ് മേടിച്ചത്. അതിന് 80 രൂപയായിട്ടോ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഒരു സലാഡും ഒരു അച്ചാറും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. എന്തായാലും കുഴപ്പമില്ല, നല്ല കിടിലം ബിരിയാണിയാണ്. അങ്ങനെ 15 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ വണ്ടി തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാട്ടോ വണ്ടി കയറുന്നത്. തൃശ്ശൂർ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. ഇവിടെയും വണ്ടിക്ക് 2 മിനിറ്റ് ഉണ്ടോ സ്റ്റോപ്പ്. മഴ വീണ്ടും ഇങ്ങനെ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നമ്മളത് ഭാരതപ്പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇരുട്ടാണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ഭാരതപ്പുഴ ക്രോസ് ചെയ്ത് നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു മഴ പെയ്ത് തുറന്നതേ ഉള്ളൂ, അതുകൊണ്ട് നല്ല പച്ചപ്പ് ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കാണാൻ കേട്ടോ. നല്ല പച്ചപ്പ് ഇങ്ങനെ നിൽക്കുകയല്ലേ, എന്താ പറയുക, അടിപൊളി കാഴ്ചകളുണ്ടോ. ആ ലൈറ്റ് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി ഇങ്ങനെ പയ്യെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്ലാറ്റ്ഫോം ഫ്രീ അല്ല, അതാണ് പയ്യെ പോകുന്നത് കേട്ടോ. ഉരുട്ടിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ നമ്മുടെ വണ്ടി വന്നത്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ വശത്താണ്. വണ്ടി ഒരു 19 മിനിറ്റ് ഡിലേ ആയിട്ടോ. 9:10 തന്നെ വണ്ടി. ഇപ്പോൾ വണ്ടി എത്തിയത് 9:29 കേട്ടോ. ഇവിടുന്ന് നമ്മുടെ വണ്ടിക്ക് വെള്ളമൊക്കെ നിറയ്ക്കും കേട്ടോ. നല്ല സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 10 മിനിറ്റ് അവിടെ നിർത്തിയിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. 5 മിനിറ്റ് നിർത്തുന്ന വണ്ടി ഇപ്പോൾ 10 മിനിറ്റായി നിർത്തിയിട്ടിട്ട്. നമ്മുടെ വണ്ടിയിലൊക്കെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കേണ്ടത് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 9:41 അവിടെ ഏതൊക്കെയോ വണ്ടിയൊക്കെ വരാണ്ട് തോന്നാം. അതിൻ്റെ തിരക്കാണ്. ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടീന് വിട്ടടിച്ച് നല്ല വെടിയും പോയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പട്ടാമ്പിയൊക്കെ കഴിഞ്ഞ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. മംഗളൂരു സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ കുറ്റിപ്പുറം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു പാസഞ്ചർ ഉറപ്പുണ്ട്. ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചറാണത്. അത് നമ്മളിവിടെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലൊന്നും ആരുമില്ല, തിരക്കുറവാണ്. അതിൻ്റെ ലോക്ക് ഒരു ആരക്കോണത്തിൻ്റെ പ്ലാറ്റ്ഫോറാണ് കേട്ടോ. ചെറിയൊരു പാസഞ്ചറാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം സ്റ്റേഷനും കഴിഞ്ഞു. അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. ഇവിടുന്നൊക്കെ ഇനി ആൾക്കാർ കയറാനുണ്ടാവില്ല, ഇറങ്ങാനുണ്ടാകത്തുള്ളൂ. നമ്മുടെ കോ പാസഞ്ചേഴ്സ് എല്ലാം തിരൂരായിട്ട് ഇറങ്ങുന്നത്. അത് ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നുണ്ടോ. 9:54 തന്നെ വണ്ടി ഇവിടെ എത്തിയത് 10:22 കേട്ടോ. ഇപ്പോൾ 28 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട് വണ്ടി. ഇവിടെ 2 മിനിറ്റ് സ്റ്റോപ്പുള്ള കേട്ടോ വണ്ടിക്ക്. അങ്ങനെ തിരൂരിൽ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ തിരൂർ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തിരൂർ പുഴയാണ് കേട്ടോ. രാത്രിയാണെന്ന് കാണാൻ പറ്റത്തില്ല, അതാണ്. നമ്മളങ്ങനെ കോഴിക്കോട് തറയി കല്ലായി സ്റ്റേഷനുണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അത് ഔട്ടറാണ്, കോഴിക്കോട് ഔട്ടറാണ് കേട്ടോ ഈ സ്റ്റേഷൻ. ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാണ്ട് കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. 13 മിനിറ്റ് ഡിലേ ആയിട്ടോ. 10:37 തന്നെ വണ്ടിയാണ്. വണ്ടി എത്തിയപ്പോൾ 10:50. 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കേട്ടോ നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാർ ഇറങ്ങാനുണ്ട്. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഭൂരിഭാഗം പേരും കോഴിക്കോട് ഇറങ്ങാനുള്ളത് കണ്ടില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ ഇറങ്ങാനായിട്ട്. സമയം ഇപ്പോൾ 11 മണിയായിട്ടോ. 10 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ട് വണ്ടി 10 മിനിറ്റ് ശേഷം വണ്ടി ഇവിടെ നിന്നിട്ട് തിരിക്കുകയാണ്. ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ ഈ ഭാഗത്ത്. നമ്മുടെ വണ്ടിയുടെ ഏറ്റവും പുറകിലല്ലേ ഉള്ളത്. കോഴിക്കോട് നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്.
ജനശതാബ്ദിക്ക് കൊയിലാണ്ടിയിലൊന്നും സ്റ്റോപ്പില്ല, കൊയിലാണ്ടി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ വടകരയുള്ള സ്റ്റോപ്പുള്ളൂ കേട്ടോ. നല്ല സ്പീഡിലാട്ടെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. നമ്മളങ്ങനെ 21 മിനിറ്റ് ലേറ്റായിട്ട് വടകര എത്തിട്ടോ. സമയം ഇപ്പോൾ 11:35, 11:14 തന്നെ വണ്ടിയത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല നോക്കി. ഈ ഭാഗത്തൊന്നും തെരുവുനായ്ക്കളൊക്കെ പോകുന്നുണ്ട്. ആ ഭാഗത്ത് ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറങ്ങാൻ ആൾക്കാരുണ്ടാവില്ല. ഇവിടെ നിന്നും എനിക്ക് ഇറങ്ങാൻ ആൾക്കാരുണ്ടാവില്ല നമ്മുടെ വണ്ടിയിൽ. ഇവിടെ 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. 1 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടുന്ന് ഉറപ്പിട്ടിരിക്കുകയാണ് കേട്ടോ. വടകര ജനശതാബ്ദി മാഹി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മാഹി അഥവാ മയ്യഴി. ഇവിടുന്ന് സ്റ്റോപ്പില്ല കേട്ടോ വണ്ടിക്ക്. വടകര വിട്ട പിന്നെ തലശ്ശേരിയിലെ സ്റ്റോപ്പുള്ളൂ. നമ്മളിങ്ങനെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ പയ്യെ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ തലശ്ശേരി എത്തിയിട്ട് 21 മിനിറ്റ് ലേറ്റായിട്ട് എത്തിയത്. വണ്ടി എത്തേണ്ടത് 11:34 വണ്ടി എത്തിയത് 12:05 കേട്ടോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി എത്തിയത്. ഇവിടെ ഒന്നും ആരുമില്ല. ഈ സ്ഥലത്ത് ഒരു വണ്ടിയും ഇല്ലതാണ് കേട്ടോ. ഇത്രയും തിരക്ക് ഇവിടെ ഇല്ലാത്ത. ഒരു മിനിറ്റാണ് സാധാരണ നിർത്താറ്. പക്ഷെ അവിടെ 4 മിനിറ്റ് വണ്ടി നിർത്തി. എന്താ പറയുക, തലശ്ശേരി നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. കണ്ടില്ല, വണ്ടിയിൽ ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷനാണ് വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ണൂർ. ഇനി വണ്ടിയിൽ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ കണ്ണൂർക്ക്. നമ്മളങ്ങനെ ഇടക്കോടൊക്കെ കഴിഞ്ഞോട്ടോ കണ്ണൂരെത്താറുണ്ട്. നല്ല വച്ചലക്കിയ വണ്ടി പോകുന്ന ഒരു രക്ഷയിലത്തെ കിട്ടിലും സ്പീഡാണ്. ട്രെയിനിങ്ങനെ വളഞ്ഞിട്ടല്ലേ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ണൂരെത്താറുണ്ട്. 1 കിലോമീറ്റർ ഉള്ളൂ സ്റ്റേഷനിലോട്ട്. നല്ല രസമുണ്ട്. രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല. ആ കോച്ചിനകത്ത് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. വളഞ്ഞിട്ട് പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. ടൗൺ ഏരിയയിലേക്ക് വരുന്ന ആ ഭാഗത്താണ്. കണ്ടില്ല, അണ്ടർപാസ് ആണത്. 2 വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. വണ്ടികളെ കുറവാണ് കേട്ടോ. സമയം ഇപ്പോൾ 12:26. നമ്മൾ ബിഫോർ ടൈം അടിച്ച് കണ്ണൂർക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കിടക്കുന്ന റേക്ക് ഇന്ന് 5:10 പുറപ്പെടുന്ന കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 12:26. ബിഫോർ ടൈമാണ്. 12:50 തന്നെ വണ്ടി ഒരു 12:26 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റിയിരിക്കുകയാണ്. വണ്ടിയുടെ ബിഫോർ ടൈം അടിച്ചൊരു കയറ്റി, എന്താ പറയുക, ഓൺ ടൈമിന് മുന്നേ ഒരു കയറ്റി. എന്തായാലും നമ്മൾ ഓടിയെന്നപ്പോൾ ഡിലേ ഒക്കെ ഇടവന്നത്തി പറഞ്ഞാൽ ആ ഒരു ലെവലായിട്ടുണ്ട്. ഡിലേ കുറഞ്ഞ ഡിലേ ഇല്ല. ഇനി വണ്ടി ക്ലീനിങ് കഴിഞ്ഞിട്ട് തിരിച്ച് 4:50 ഇവിടെ നിന്ന് പോകും കേട്ടോ. എന്നിട്ട് 2:10 തിരുവനന്തപുരത്ത് എത്തും. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര അവിടെ കണ്ണൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ജനശതാബ്ദി യാത്ര. നമ്മളെ കോച്ചിനൊക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നല്ല കിടിലം റണ്ണായിരുന്നു കേട്ടോ ജനശതാബ്ദി. എന്താ പറയുക, നല്ല യാത്രയായിരുന്നു. ജനശതാബ്ദിയിലെ യാത്ര ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ മറ്റു ദിവസം കണ്ടുമുട്ടുമ്പോഴേക്കും ഓക്കെ ബൈ.